ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു 3 months ടൈം, എനിക്ക് ഇത്രയും വെയിറ്റ് കുറയണം. ഓക്കെ, ശരി, ഞാൻ അവരുടെ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്യുന്നു, അവരുടെ ഫുഡ് ട്രാക്ക് ചെയ്യുന്നു, അവർക്ക് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുന്നു, ആൻഡ് ദേ ആർ അച്ചീവിങ് ദർ ഗോൾ ഗുഡ് ഫോർ ദം. ഇനി എന്താണ് സംഭവിക്കുക? മോസ്റ്റ് ലൈക്ലി ക്ലയൻറ്റ് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. വേറൊന്നും കൊണ്ടല്ല, ക്ലയൻറ്റ് ഒരു പ്രോപ്പർ ഹാബിറ്റ് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നേരത്തെ എല്ലാ ദിവസവും ഡെയിലി 15-20K സ്റ്റെപ്സ് ഒരു നോർമൽ ആൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഫുഡ് അളന്ന് കഴിക്കുക എന്നതും ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചെറിയ ചെറിയ ഹാബിറ്റ്സ് പിക്ക് ചെയ്തതിനെക്കുറിച്ച് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല. ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പാൽ ചായ ഇഷ്ടമാണ്. ഒരു മധുരമുള്ള പാൽ ചായക്ക് 50 calories ഉണ്ടെന്ന് കരുതിക്കുക, 50. ആൻഡ് അതേസമയം കട്ടൻ കാപ്പി ഇഷ്ടമാണ്, അതിന് 20 calories ഒരു കപ്പിൽ 250 ml. ഇത് ഒരു ദിവസം 2 നേരം കഴിക്കുവാണെങ്കിൽ, പാൽ ചായയുടെ കേസ് വരുവാണെങ്കിൽ 100 calories, കട്ടൻ ചായയുടെ കേസ് വരുവാണെങ്കിൽ 40 calories. ഇത് നോക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ ഓവർ ടൈം ഒരു വർഷം കഴിയുമ്പോൾ പാൽ ചായക്ക് 36,500 calories, അതുപോലെ തന്നെ കട്ടൻ ചായക്ക് ഓൾമോസ്റ്റ് 14,600 calories വരുന്നുണ്ട്. അതായത് 1 കിലോഗ്രാം ഫാറ്റിന് 7,700 calories എടുക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2.5 കിലോയുടെ അത്രയും വ്യത്യാസം വരുന്നുണ്ട് ഫാറ്റ് മാസ്. ഇനി അതേ സംഭവം തന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ പാൽ ചായയുടെ കേസിൽ 23 കിലോയും കടങ്കാപ്പിയുടെ കേസിൽ അത് 9 കിലോ ആയിട്ട് മാറുന്നുണ്ട്. അത്രയും വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഞാനൊരു ഗ്രാഫ് ഇവിടെ ഇടാം, ഈ ചെറിയൊരു മൈനർ ചേഞ്ച് വരുന്നതുകൊണ്ട്. ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഈ ചെറിയൊരു കാര്യം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സ്പൂണിൽ ഓയിൽ ഒഴിക്കുന്നതിന് പകരം ഓയിൽ സ്പ്രേ യൂസ് ചെയ്യുക. ഈ ചെറിയ ചെറിയ ഹാബിറ്റ്സിന് വലിയൊരു ഇമ്പാക്റ്റ് ലോങ് ടേമിൽ നിങ്ങളുടെ ഹെൽത്തിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പക്ഷെ നമുക്കതൊരു സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യരുത്. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക സംഭവമാണ്. ഇവിടെ ഹാർഡ് വർക്ക് അതിന് ഇഷ്ടമല്ല. നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്ന പോലെ തോന്നരുത്. സ്ലോലി ബട്ട് ഇവൻച്വലി ബട്ട് ഷുവർലി നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിലായിരിക്കും ഇടുന്നത്. ഇതിനെക്കുറിച്ചൊരു ചെറിയ സ്ലൈഡ് ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ ഇടുന്നുണ്ട്. ബിക്കോസ് ആ അക്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ആക്സസ് ഉള്ളതുകൊണ്ടാണ്. ദിസ് വൺ ഈസ് എക്സ്ക്ലൂസീവ്ലി ഇൻ മലയാളം, ബിക്കോസ് എൻ്റെ മേജർ ക്ലയൻസും അവിടെയാണുള്ളത്. പക്ഷേ ഇൻസ്റ്റയിൽ യു വോണ്ട് ഫൈൻഡ് എനി. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു DM me. താങ്ക് യു.